നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, അഭിഷിക്തന്മാർ, സുഹൃത്തുക്കൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒരു പുതിയ പ്രഭാതം നമുക്ക് വീണ്ടും ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയുടെ നിദ്രയിലേക്ക് പ്രവേശിച്ച അനേകം പേർ ഈ ലോകത്തിൻ്റെ പ്രഭാതം കാണാൻ കഴിയാതെ, അവരുടെ സ്വപ്നങ്ങളൊന്നും അവരുടെ ഉറ്റവരോടും ഉടയവരോടും പറയുവാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്ന തിരുവചനത്തെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനൊക്കെ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക അനുഗ്രഹത്തിന്റെ മെസ്സേജുകളാണ്. ഓരോ ദിവസവും നാം കേൾക്കുന്ന മെസ്സേജുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും കേൾക്കുന്ന വചനം നമ്മൾ എങ്ങനെ അത് സ്വീകരിക്കുന്നു, അതിനനുസരിച്ചാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും വെളിപ്പെടുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് വലിയ മാറ്റവും അനുഗ്രഹവും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രതീക്ഷയോട്, പ്രത്യാശയോട്, വിശ്വാസത്തോടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഇനിയും എൻ്റെ ദൈവത്തിൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ ഒരിക്കലും അടഞ്ഞു പോയിട്ടില്ല. ദൈവം ഒരുവനെ ഉയർത്താൻ ശ്രമിച്ചാൽ അവൻ അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്ത വൻ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം പ്രതീക്ഷയോടുകൂടെ അവൻ വിശ്വസിക്കുന്നതിന് മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നേരിട്ട് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിൻ്റെ വേർ നിലത്ത് പഴുകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളർവിടും യേശുവിൻ്റെ നാമത്തിൽ. വളരെ ശക്തമായ ഒരു ദൈവിക അനുഗ്രഹത്തിൻ്റെ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകലിൽ എത്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആമേൻ. അവിടെ വളരെ അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. ആമേൻ. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത മേഖലകളിൽ നമ്മൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മെ നട്ട ദൈവത്തിനറിയാം, നമ്മെ വളർത്തിയ ദൈവത്തിനറിയാം, നമ്മെ പരിപോഷിപ്പിക്കുന്ന ദൈവത്തിനറിയാം ഏതൊക്കെ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. കാരണം അത് നടുമ്പോൾ അതിൻ്റെ മേലുള്ള ഫലത്തെക്കുറിച്ച് അത് നടുന്ന ഉടമസ്ഥന് വളരെ ബോധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാരിൽ പരമായ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ നമുക്കെതിരായിട്ട് നിന്നാലും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിന്നാലും ദൈവം വിളിച്ചിട്ടുള്ള ഒരുവനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എല്ലാ പ്രതീക്ഷയും അറ്റുപോയി, ഇനി ഒരു വശത്ത് നിന്നും ഒരു നന്മയും വരത്തില്ല എന്ന് പറഞ്ഞ് പരിതപിച്ച് പ്രയാസപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇതാ യോബിന്റെ പുസ്തകത്തിനകത്ത് യോബിന്റെ ജീവിതത്തിൽ എല്ലാം തകർന്ന ഒരവസ്ഥയാണ്. പക്ഷേ ആ തകർച്ചയുടെ നടുവിലും അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായി തീർന്നു. അവൻ നേരുള്ളവനായിരുന്നു, അവൻ ദോഷം വിട്ട് അകലുന്നവനായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു, അവൻ നന്മ ചെയ്യുന്നവനായിരുന്നു. എന്നിട്ട് പോലും അവന്റെ ജീവിതത്തിനകത്ത് വന്ന പ്രതികൂലങ്ങളെ നോക്കിയിട്ട് അവൻ ഒരിക്കലും വിലപിച്ചില്ല. എൻ്റെ ദൈവം എനിക്ക് തന്നതെല്ലാം എൻ്റെ ദൈവം തിരിച്ചെടുത്താലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു പൊട്ടിയെ പോലെ തൻ്റെ ഭാര്യ പറയുന്നതിനെ കേട്ട് പരിഹസിക്കുകയാണ് അവൻ ചെയ്തത്. നീ എന്തിനൊരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നത്? ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മെ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് നമ്മെ നന്നായിട്ട് അറിയാം. ഒരു തലയിലെ മുടി പോലും കൊഴിയുന്നത് അറിയുന്ന ആ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുള്ള ജീവിതം തന്നിട്ടുണ്ട്. നമ്മുടെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ്. നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ പരിതപിക്കുന്നവരുണ്ടോ, കലങ്ങുന്നവരുണ്ടോ, കക്ക നീർന്ന പോലത്തെ വിഷയമായി നീർന്നവരുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വിഷയത്തെയും ഇന്ന് പകൽക്കാലം ദൈവിക അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു, എല്ലാം ഇല്ലാതായി എന്ന് വിചാരിച്ചു, അവന്റെ കൂട്ടുകാർ പോലും അവൻ വിമർശിക്കുവാൻ തയ്യാറായി തീർന്നു. അപ്പോഴും അവന്റെ അകത്തുള്ള പ്രതീക്ഷ, എൻ്റെ ദൈവം എന്നെ വീണ്ടും കിളിർപ്പിക്കും. ഒരു വൃക്ഷമായിരുന്നാൽ അത് പ്രത്യാശയുണ്ടെന്ന് വളരെ വ്യക്തമായിട്ടും അവൻ പ്രഖ്യാപിക്കുകയാണ്. അത് പൊട്ടിപ്പോയാലും, അത് തകർന്നു പോയാലും, അത് ഇല്ലാണ്ടായി പോയാലും അത് വീണ്ടും കിളിർക്കുന്ന നിലവാരത്തിൽ വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ അത് വീണ്ടും കിളിർക്കും, അതിൽ നിന്നും തളർവിടും. ഈ ദിവസങ്ങളിൽ ആരെങ്കിലൊക്കെ നിങ്ങളെ നോക്കിയിട്ട് ഒരിക്കലും ഉയരത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ
നിങ്ങളോട് അവൻ മല്ല് പിടിക്കുന്നവരുണ്ടോ? ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പറ, എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പറ, ആ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു.